കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കൊല്ലത്തുള്ള ചവറയിൽ വെച്ച് നടത്തിയ TV പ്രേക്ഷക മീറ്റിങ്ങിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വലിയ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളാണ് അവിടെ വന്നത്. TV കണ്ടുകൊണ്ടിരിക്കെ ഒരു സഹോദരി തൻ്റെ വയറ്റിൽ 32 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു മുഴ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ അപ്രത്യക്ഷമായി പോയി. ആ സഹോദരിയുടെ വാക്കുകൾ പറഞ്ഞാൽ നിറവയറോടെ പൂർണ്ണ ഗർഭിണിയുടെ അവസ്ഥയിൽ വയറു വീർത്ത് 32 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു മുഴയാണ്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ അപ്രത്യക്ഷമായി. എത്ര വലിയ ഒരു അത്ഭുതമാണ് യേശു ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കൂടാതെ അവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ ഒരുപാട് രോഗികൾ സൗഖ്യമായി. അതിൻ്റെ എല്ലാം സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കിപ്പോൾ പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യങ്ങൾ കാണുവാൻ പോകാം. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളും സൗഖ്യമാകും, രോഗികൾ സൗഖ്യമാകും, മുഴകൾ അപ്രത്യക്ഷമാകും, അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ സാക്ഷ്യങ്ങൾ കാണുവാൻ പോകാം. വയറ്റിലുണ്ടായിരുന്ന 32 സെന്റിമീറ്റർ മുഴ പോയി. ക്യാൻസറാന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ യേശു തൊട്ടു. അന്ന് തന്നെ വയറ്റിലൊരു സംഭവം നടന്നു. ഭൂകമ്പം പോലെ ഉണ്ടായെന്നാ പറഞ്ഞു. അതേത് വർഷം? 2011. 2011 ഞാൻ TV എനിക്ക് അതിനു മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അന്ന് ആ ഒരു ദിവസമാണ് എനിക്ക് ദേഷ്യം വന്ന് ഗുളിയെല്ലാം കൂടെ വാരി കയ്യിലെടുത്ത് കഴിച്ച് മരിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഗുളിക കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. ഗുളിക എല്ലാം കൂടെ വാരി മേശപ്പുറത്തിട്ടിട്ട് ഞാൻ ചെന്ന് കട്ടിലെ കിടന്നുകൊണ്ട് റിമോട്ട് എടുത്ത് വെച്ച് കളിച്ച് കുഞ്ഞുങ്ങൾ കളിക്കുന്ന കണക്ക് ഇങ്ങനെ കളിച്ച് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ പ്രാർത്ഥനാ ചാനൽ കണ്ടത്. റിമോട്ട് എടുത്ത് കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലെ പലതവണ കളിച്ച് അങ്ങനെ ഞാനിത് കാണുന്നത്. പക്ഷെ എനിക്ക് ആത്മഹത്യ മാറ്റി റിമോട്ടെ കളി തുടങ്ങി. അസുഖം വന്നപ്പോ മറ്റുള്ളവർ TV കാണുമ്പോ എനിക്ക് ദേഷ്യമായിരുന്നു. എന്ന് വെച്ചാൽ അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് അങ്ങ് വെപ്രാളം. അന്നേരം ഞാൻ അവരെയൊക്കെ വഴക്ക് പറയുമായിരുന്നു, ഇത്രയും സൗണ്ട് വെക്കാം. ഞാൻ തനിയെ ചെന്ന് റിമോട്ട് എടുത്ത് വെച്ച് കളിക്കുന്നതാണൊക്കെ കളിച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഈ പ്രാർത്ഥന TV കാണുന്നത്. ആ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ അന്നേരം പറയുന്ന സൗഖ്യം ഇതാ. അതിനകത്ത് ഞങ്ങളോടൊപ്പം ആദ്യമായിട്ടൊന്നും ശ്രദ്ധയോടല്ല ഞാൻ കേട്ടത്, എൻ്റെ മനസ്സിന് ചഞ്ചലമായിരുന്നു. ആദ്യം ഞാൻ കേൾക്കുന്ന സൗഖ്യം ഇതായി. ഇപ്പം ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം പ്രാർത്ഥിച്ച തോമസ് ബ്രദറാ, എന്നോടൊപ്പം പ്രാർത്ഥിച്ച ഏത് വിഷയവും ക്യാൻസലായിപ്പോയി. ഞാൻ പറഞ്ഞത് എന്നോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം അല്ലേ? ക്യാൻസർ ഞൊങ്ങിപ്പോവും. കണ്ണ് കാണാൻ വയ്യാത്ത വ്യക്തിക്ക് കണ്ണിന് കാഴ്ച നൽകുമെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയാവോ? യേശു ജീവിക്കുന്നത് കൊണ്ട്. മാത്രമല്ല, യേശുവിന്റെ ശുശ്രൂഷയിൽ അനവധി കുരുട്ട് കണ്ണുകൾ തുറന്നിട്ടുണ്ട്, അനവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ഈ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. അപ്പൊ ഇന്നലെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്നും എന്ത് ചെയ്യും? ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ അല്ലേ? ഇത് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അന്നേരം ഞാൻ കട്ടിലേന്ന് താഴെ ഇറങ്ങിയിരുന്ന് എനിക്ക് ചന്ദനക്കാലും പൂട്ടിയിരിക്കുക, കാല് നീട്ടിയിട്ടിരുന്ന് TVയുടെ പുറത്ത് കിടന്ന തുണി എടുത്ത് തലയിലിട്ടും കൊണ്ട് അവിടെ ഇരുന്ന് വലിയ വായിലേ നിലയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അന്നേരം എനിക്കൊന്നും തോന്നിയില്ല. പിന്നെയും കയറി ഞാൻ കട്ടിലേ കിടന്ന് ഒരു 7 മണിയായപ്പോൾ എൻ്റെ വയറ്റിനകത്തൊരു കുലുക്കം, ഭയങ്കര കുലുക്കം. അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി, ദൈവമേ എനിക്ക് വയറിളക്കവും കൂടെ തരാൻ പോവാന്ന്. ഞാൻ എങ്ങനെ എണീച്ച് ബാത്റൂമിൽ പോകും? എന്താന്ന് വെച്ചാൽ 2.5 മാസം എൻ്റെ പള്ളയിൽ ആഹാരം കൊണ്ടില്ലാതെ ഞാൻ കിടന്നതാ. എനിക്ക് എണീച്ച് നടന്ന് ബാത്റൂമിൽ പോകാനുള്ള ബലം എൻ്റെ ശരീരത്തിനില്ല. അന്നേരം വയറിളക്കം തന്നാൽ എന്ത് ചെയ്യും? ആ കുലുങ്ങിയതുപോലെ തന്നെ എൻ്റെ അപ്പൻ എൻ്റെ വയറിൻ്റെ ആ പെരുക്കം താത്ത്. അന്ന് താന്ന വയറ ഇന്ന് വരെയും പിന്നെ ഇതുവരെയും പൊങ്ങിയിട്ടില്ല.
10 മാസം ചെന്ന വയറ് എനിക്കുണ്ടായിരുന്നു. 10 മാസം ചെന്ന പാറക്കല്ല് തൊടുന്ന കണക്കിരുന്നേത് എൻ്റെ വയറ് വീർത്തിരുന്നേത്, കല്ല് തൊടുന്ന കണക്ക്. എൻ്റെ ഈ പ്രാർത്ഥിച്ച അന്ന് കുറെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വയറിനകത്തൊരു വലിയ കുലുക്കം തോന്നി. ആ വയറ് അന്നേരെ അങ്ങ് തവിഞ്ഞു, അന്നേരെ ചൊങ്ങി. പിന്നെ ഇന്ന് വരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ വയറ് പെരുവിയിട്ടില്ലൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ ഓടി എണീച്ച് വന്ന് പറഞ്ഞു, ഇന്നതുപോലെ ഒരു സംഭവം ഉണ്ട്, ഞാൻ TV കണ്ടെന്ന് പ്രാർത്ഥിച്ച് ഇപ്പം ഇങ്ങനെയൊക്കെ ആയി, എൻ്റെ വയറ് താന്നെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞ്, എന്തായിരുന്നു അത് എഴുതിയെടുക്കാൻ, അത് എവിടാണെന്ന് വെച്ചാൽ നമുക്ക് പോയിക്കൂടായിരുന്നു, പ്രാർത്ഥനയ്ക്ക് പോകാമായിരുന്നെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഈ പ്രാർത്ഥനയ്ക്ക് തിരക്കി എൻ്റെ നാത്തും വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥനക്കാരുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥനയെ ഞാൻ പോകാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ചൊവ്വാഴ്ച നാളായിരുന്നു ഡോക്ടറെ എടുക്കാൻ ചെല്ലേണ്ടത്. എല്ലാ ടെസ്റ്റും നടത്തി എന്നെ തിരുവനന്തപുരത്തോട്ട് വിടാമെന്ന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷത്തിനായിട്ട്. ചൊവ്വാഴ്ച പോകാൻ നേരത്ത് ജോസുവർ അതിന് മുമ്പേ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ആ റിപ്പോർട്ട് സ്കാൻ ചെയ്ത റിപ്പോർട്ട് തിരിച്ചു വന്നത് 32 സെൻറ്റിമീറ്റർ വളർച്ചയുണ്ടെന്ന് പറഞ്ഞ മുഴ അതിൽ കാണാനില്ല. അടുത്ത ടെസ്റ്റിൽ ഈ 32 സെന്റിമീറ്റർ നീളമുള്ള മുഴ ഇല്ല, കാണാനില്ല. ശ്യാം ഡോക്ടർ പറഞ്ഞ് ഇപ്പം മുഴയില്ല, അവളെ ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ ജീവിത പങ്കാളി ചോദിച്ചു, അന്നേരം ക്യാൻസറോ എന്ന്. അന്നേരം ഡോക്ടർ പറഞ്ഞ മറുപടി കേൾക്കണമെന്ന്, അവൾക്ക് മുഴയ്ക്കകത്ത് ആ ക്യാൻസർ ഉണ്ടായി, അവിടെ മുഴ ഇന്ന് കാണാനില്ല, പിന്നെ അവൾക്ക് എങ്ങനെ ക്യാൻസർ ഉണ്ടാവുന്നു. എത്ര വലിയൊരു അത്ഭുതമല്ലേ! മനുഷ്യർക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള തരത്തിലുള്ള അത്ഭുതങ്ങളാണ് യേശു ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരു മുഴ അപ്രത്യക്ഷമാകുന്നതും രോഗി സൗഖ്യമാകുന്നതും പോലെയല്ല, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പോലും കർത്താവ് രൂപാന്തരം വരുത്തുകയാണ്. എന്തൊരു അത്ഭുതമാണ്! ക്രിമിനലുകളായി ഈ ലോകത്തിന്, ഈ ദേശത്തിന് പോലും ശാപമായിരിക്കുന്ന വ്യക്തികൾ, ലോകം മുഴുവൻ അവരെ ഭയത്തോടും വെറുപ്പോടും കൂടിയാണ് കാണുന്നത്. പക്ഷേ കർത്താവ് അവരെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ ക്രിമിനലുകൾക്ക്, കുറ്റവാളികൾക്ക് മാനസാന്തരം നൽകുവാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പോലീസുണ്ട്, കോടതിയുണ്ട്, ജയിലുകളുണ്ട്. അവരുടെ റിഫോർമേഷന് വേണ്ടി, അവരുടെ രൂപാന്തരത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനുഷ്യർ, ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതൊക്കെ പരാജയപ്പെടുന്ന നാളുകളിൽ പോലും യേശുവിൻ്റെ സ്നേഹം വരുമ്പോൾ അവരുടെ ഹൃദയം പൂർണ്ണമായി പാടെ മാറിപ്പോകും. ഒരു ജയിലിൽ കിടക്കുന്ന പ്രതി ചിലപ്പോൾ മാനസാന്തരപ്പെട്ടെന്ന് വരില്ല, അവർ ചിലപ്പോൾ കൂടുതൽ കഠിന ഹൃദയനായി മാറിയേക്കാം. എന്നാൽ യേശു തൊട്ടാൽ ആ ഹൃദയം മാംസളമായ ഹൃദയമായി മാറും. കല്ലായ നിൻ്റെ ഹൃദയത്തെ ഞാനൊരു മാംസള ഹൃദയമാക്കി മാറ്റുമെന്ന് യേശു പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു അത്ഭുത സാക്ഷ്യം കാണാം. JP അണ്ണൻ എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധ ഗുണ്ട, തൻ്റെ പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും താൻ മാർക്കറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ആൾക്കാരെ ഭയത്തോടെ എഴുന്നേൽക്കും. അങ്ങനെ അനുഭവമുണ്ടായി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരമാണ് യേശു വരുത്തിയത്. ഇന്നൊരു കുഞ്ഞാടിനെ പോലെ അനേകരോട് യേശുവിൻ്റെ സ്നേഹം സുവിശേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം. കർത്താവ് എത്ര വലിയൊരു മാറ്റം, ഒരു മാനസാന്തരമാണ് അദ്ദേഹത്തിന് നൽകിയത് എന്ന് നമുക്ക് കാണാം. അത് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ ഓർത്ത്, അവർ വഴിതെറ്റിപ്പോയെന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ, പിതാക്കന്മാരൊക്കെ തെറ്റായ വഴികളിൽ പോകുന്നു എന്നോർത്ത് ഇനി അവരെ തിരിച്ചു കിട്ടുകയില്ല എന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഇത് കാണാം, അപ്പോൾ മനസ്സിലാകും എത്ര തകർന്നവനെയും വിടുവിപ്പാൻ എൻ്റെ യേശുവിന് കഴിയും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. യേശുവിൽ ആശ്രയിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരം വരും. നിങ്ങൾ പ്രാർത്ഥനയോടെ വേണം ഈ സാക്ഷ്യം കാണുവാൻ. നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിനും അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുവാൻ പോകാം. അത് എന്നോട് പറയായിരുന്നു, ബ്രദറെ, ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറഞ്ഞാൽ ദൈവം പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. പക്ഷേ ഒറ്റ മീറ്റിങ്ങിൽ യേശുവേ എന്ന് ഒറ്റ വിളിച്ചപ്പോൾ എന്നെ അവൻ രൂപാന്തരപ്പെടുത്തി. എൻ്റെ പാപം അവൻ ക്ഷമിച്ചു, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ അറിയപ്പെടുന്ന ഒരു ക്രിമിനലായിരുന്നു. ലിസ്റ്റിൽ പേരുള്ളൊരു ക്രിമിനൽ അല്ലേ? അതെ, ലിസ്റ്റിൽ പേരുള്ള ക്രിമിനലായിരുന്നു ഞാൻ. ഒരുപാട് നിരവധി കേസിൽ പ്രതിയായിരുന്നു. കുടുംബം തകർന്നു, വീടിന് സമാധാനമില്ലാതെ, ഒരു സമാധാനമില്ലെന്ന് അലഞ്ഞായിരുന്ന എന്നെ യേശു തൊട്ടു. ഒരു TV പ്രോഗ്രാമത്തിലൂടെ കണ്ടു. അന്ന് തോമസ് ബ്രദർ പറഞ്ഞു, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന സഹോദരന്മാരാണ് ഇത് ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് അന്ന് ആ വാതിൽ നിന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു, കർത്താവ് എനിക്ക് ഇതുപോലെ ഒന്ന് നിൽക്കാൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിച്ചു. അന്ന് തൊട്ട് എന്നെ യേശു തൊട്ടു.
ഇതുപോലൊരു മീറ്റിങ്ങിൻ്റെ വാതിൽക്കൽ വന്ന് ഇത് ഇങ്ങനെ എന്നോട് പറഞ്ഞ് ഹെൽമെറ്റ് വെച്ച് ആരും കാണാതിരിക്കാൻ. തിരുവനന്തപുരം സിറ്റിയിലെ മീറ്റിംഗ് അത് കണ്ടാൽ പിടിക്കും. ഹെൽമെറ്റ് തലയെ മറച്ചു വെച്ചതാണ്. അവിടെ നിന്ന് ഹെൽമെറ്റ് തലയെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, യേശുവേ എന്നെയും കൂടി ഇതുപോലെ ഇവരെ പോലെ സ്റ്റേജിൽ നിർത്തുവോ? ഞാനൊരു മഹാപാപിയല്ലേ, ഞാനൊരു ക്രിമിനലല്ലേ, പക്ഷെ ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് കള്ളനോട് പറഞ്ഞവൻ മകനെ നിർത്തി. എന്നോട് പറയായിരുന്നു ഒരു അത്ഭുത സൗഖ്യം എറണാകുളത്ത് നടന്നൊരു മീറ്റിങ്ങിൽ കിട്ടി. എൻ്റെ കാല് ഞാൻ ഒളിവിൽ കിടന്ന് കഴിയുന്ന സമയത്ത് തണുപ്പത്ത് കിടന്ന് കാലിൻ്റെ ഒരു ഭാഗം മരവിച്ച് അത് തളർന്നു പോയി. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. SP4 തിരുവനന്തപുരത്ത് വലിയ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ TV മീറ്റിങ്ങിൽ വന്നപ്പോൾ തങ്കബദർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഈ കാലിൻ്റെ ഭാഗം തളർന്നു പോയ ഒരു വ്യക്തി കൂട്ടത്തുണ്ട്, സൗഖ്യമാവുമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേന് എൻ്റെ കാലിൽ നിന്നും ഒരു സാധനം തെറിച്ചു പോകും, ആ മതിലിൽ കൊള്ളുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. അതാ ഏറ്റവും വിചിത്രം. ഇദ്ദേഹം പറയുന്ന കാലേന്ന് എന്തോ തെറിച്ചു പോയിട്ട് അടുത്തിരിക്കുന്ന മതിലേ കൊള്ളുന്ന ഒച്ച കേട്ടെന്ന്. എൻ്റെ ബുദ്ധിക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ കെട്ടിടം പൊളിക്കുന്ന പണിയാണ്. അപ്പോൾ കെട്ടിടം പൊളിക്കുമ്പോൾ അതിൽ നിന്നൊരു ആപ്പ് തെറിച്ച് പോകും. ആ ആപ്പ് കണക്ക് ഒരു സാധനമാണ് എൻ്റെ കാലിൽ നിന്ന് ഊരും തെറിച്ച് മതിൽ പോയി കൊന്ന സൗണ്ട് ഞാൻ കേട്ട്. അതിനുശേഷം ഇതുവരെ ഈ കാലിനൊരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് വെയിറ്റ് എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റവും വലിയ ബീമൊക്കെ ഇപ്പോഴും ഞാൻ എടുക്കും. ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള സാധനങ്ങളെല്ലാം എടുക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യം. എൻ്റെ എക്സ്ട്രാ കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു വ്യക്തിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ എക്സ്ട്രാ. ഈ ഭാഗം കംപ്ലീറ്റ് വിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒന്നിനൊരു കുറവുമില്ല. ഇന്ന് അനേകർക്ക് അനുഗ്രഹമുള്ളൊരു വ്യക്തിയായി സ്വന്തമായി ബിസിനസ് ചെയ്ത് ജീവിക്കുക. വെട്ടും കുത്തുമായിട്ട് നടന്നയാൾ സ്വന്തമായി ബിസിനസ് ചെയ്ത് ഇന്ന് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി ശുശ്രൂഷ ചെയ്യുക. എന്നെയും കൂടെ ആ സ്റ്റേജിലൊന്ന് കയറ്റുമോ എന്നൊരു ക്രിമിനൽ ചോദിച്ചു. ഇന്ന് സ്റ്റേജുകളിൽ നിർത്തിയിരിക്കുക. ഇതാ യേശു മതം പണിയാൻ വന്നതല്ല, മനുഷ്യനെ പണിയാൻ വന്ന. യേശു പള്ളി പണിയാൻ വന്നതല്ല, കുടുംബങ്ങളെ പണിയാൻ വന്ന. യേശു സംഘടന കെട്ടുപണിയാൻ വന്നതല്ല, മാനവജാതിക്ക് വേണ്ടി ഒരു സ്വർഗം കെട്ടുപണി ചെയ്യാൻ വന്ന. വീണ്ടും ഞാൻ പറയാം, ഞങ്ങളുടെ കൂടെ ചേരണമെന്നില്ല കർത്താവിനെ അറിയാൻ. യേശു വന്നാൽ നിങ്ങളുടെ വീട് സ്വർഗമാകും, നിങ്ങളാൾ മാറും. അതുകൊണ്ട് ഈ TV പ്രോഗ്രാമിൽ കേൾക്കുന്നവരോട് എല്ലാവരോടും ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ യേശുവിനെ ജീവിതത്തിലാക്കുക. യേശുവെ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടിയത്, സാമ്പത്തിക വിടുതൽ മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടിയത്. ചില വിചാരം പ്രാർത്ഥനയ്ക്ക് പോയി ഇത് മാത്രം. നോ, അങ്ങനെ പൈസ വിതരണം ചെയ്യുന്ന ഒരാൾ മാത്രമായിട്ട് ദൈവത്തെ കാണരുത്. രോഗസൗഖ്യം കൊടുക്കുന്ന ഡോക്ടർ മാത്രമായിട്ട് കാണരുത്. യഥാർത്ഥ സമാധാനം തരുന്ന, നിത്യജീവൻ തരുന്ന, നമ്മളെ മനുഷ്യനാക്കുന്ന, ഒരു നല്ല ഭർത്താവാക്കുന്ന, ഒരു നല്ല മകനും ഭാര്യയുമാക്കുന്ന, ഒരു നല്ല വ്യക്തിയായി, ഒരു നല്ല ഭാരത പൗരനായി ജീവിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്ന ഈ നല്ല യേശു, അവന് മതമില്ല, അവന് മനുഷ്യനെയാണ് വേണ്ടത്. ആ കിടക്കുന്ന കിടപ്പിൽ രോഗിയായിരിക്കും. യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറും. പ്രിയപ്പെട്ടവരെ, യേശു എന്തൊരു അത്ഭുതമാണ് ചെയ്യുന്നത്. എങ്ങനെ അവനെ അത്ഭുത മന്ത്രി എന്ന് വിളിക്കാതിരിക്കും? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ ഒരു നല്ല സന്ദേശം കേൾക്കാൻ പോകാം. കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ പറഞ്ഞ മനോഹരമായ സന്ദേശം. അത് കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് അത്ഭുതമായിരിക്കും. നിങ്ങളുടെ ജീവിതം പാടെ മാറി മറിയും. നമ്മുടെ കാഴ്ചപ്പാടുകൾ, യേശുവിനെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ പാടെ മാറി മറിയുന്ന ഒരു അത്ഭുത സന്ദേശം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശത്തിലേക്ക് കടക്കാം. Without an intimacy of Christ, our life will be very limited. ക്രിസ്തുവുമായിട്ടൊരു ഗാഢമായ ബന്ധമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഒതുങ്ങിപ്പോകും. It is an intimacy with Christ Jesus. ക്രിസ്തുവുമായിട്ടുള്ള ആ ആഴമേറിയ ബന്ധമാണ് കാര്യം. Because I know that all the treasures of wisdom is in him. കാരണം എനിക്കറിയാം ആ പരിജ്ഞാനത്തിന്റെ സകല നിക്ഷേപങ്ങളും യേശുവിലാണ് ഇരിക്കുന്നത്. Not only that, അത് മാത്രമല്ല, knowing Christ
knowing whom I believe can only happen in an intimacy with him. ക്രിസ്തുവിനെ അറിയുക, ഞാൻ വിശ്വസിച്ചത് ആരെന്ന് തിരിച്ചറിയുക, അത് സംഭവിക്കുന്നത് അവനുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലൂടെയാണ്. That is why Jesus said in John 15:7, അതുകൊണ്ടാണ് യോഹന്നാൻ 15:7 യേശു പറയുന്നു, if you abide in me and my words abide in you, you will ask whatever you desire and it shall be done for you. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. By this my Father is glorified, that you bear much fruit, so you will be my disciple. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. I want to tell you, it is God's desire that all of us bear fruit. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം എല്ലാവരും ഫലം കായ്ക്കുന്നവരാകണം എന്നുള്ളതാ ദൈവത്തിന്റെ വാഞ്ച. Wherever you are, you are the light of the whole world. നാം എവിടെയായിരുന്നാലും എവിടെ പോയാലും നാം മുഴു ലോകത്തിനും വെളിച്ചം പകരുന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Your life is a testimony to your neighbor that Jesus is alive and all the riches of God is in him. നിങ്ങളുടെ ജീവിതം തന്നെ നിന്റെ അയൽവാസിക്ക് യേശു ജീവിക്കുന്നുവെന്നും അവനിൽ സകല സമൃദ്ധി ഉണ്ടെന്നുള്ളതിനും സാക്ഷ്യമായി വരട്ടെ. നിങ്ങളെയും എന്നെയും ദൈവം അടയാളമായിട്ട് അയൽവക്കത്തും ദേശത്തും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സമൃദ്ധിയുടെ, ദൈവത്തിന്റെ സമാധാനത്തിന്റെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ എല്ലാ നിറവിന്റെ അടയാളമാണ് നിങ്ങളും ഞാനും. So that the Father may be glorified. അങ്ങനെ പിതാവ് മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. Jesus is saying, abide in me. യേശു പറയുന്നു, എന്നിൽ വസിക്കുക. Without abiding in Jesus, without abiding and being a close relationship, we cannot never bear fruit. യേശുവിൽ വസിക്കാതെ അവനുമായിട്ടൊരു ആഴമേറിയ ബന്ധമില്ലാതെ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. Just imagine, the vine cannot show outside what the vine is without the branch, and the branch cannot survive without the vine. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ആ മുന്തിരിച്ചെടി, മുന്തിരിവള്ളി ഫലം കായ്ക്കാതെ ലോകത്തിന് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ, ആ ചെടി തായ്ച്ചെടി ഇല്ലാതെ അതിന് നിലനിൽപ്പുമില്ലല്ലോ. Without Jesus cannot show the world what is the fullness of the Godhead. Without Jesus we cannot what God is power, God is riches, God is everything. നിങ്ങളെ കൂടാതെ യേശുവിന് ദൈവം ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയില്ല. യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹമോ സന്തോഷമോ സമൃദ്ധിയോ അനുഭവിക്കാനും കഴിയുന്നില്ല. Without the branch the vine is empty. Without the branch the vine cannot show what is this glory. Same way Jesus said, the Father is glorified when you bear fruit. കൊമ്പുകളെ കൂടാതെ മുന്തിരിവള്ളി താൻ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ പറ്റുകയില്ല. കൊമ്പുകളെ കൂടാതെ മുന്തിരിവള്ളിയുടെ തേജസ് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ കൊമ്പുകളെ കൂടാതെ ഹല്ലേലൂയ മുന്തിരിവള്ളിയുടെ അസ്തിത്വം ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മുന്തിരിവള്ളി ഇല്ലെങ്കിൽ കൊമ്പുകൾക്ക് നിലനിൽപ്പുമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാരമായി പറഞ്ഞാൽ യേശുവിന് ഭൂമിയിൽ യേശു ആരാണെന്ന് വെളിപ്പെടുത്താനാ നിങ്ങളെയും എന്നെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പരിപൂർണത ദേഹരൂപമായി യേശുവിൽ വസിച്ചു. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്ക് പോവാം, അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം നിങ്ങളും ചെയ്യും. പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അധികമായി നിങ്ങൾ ചെയ്യും. എന്തിനാ? ഇന്ന് ദൈവത്തിന്റെ പരിപൂർണത ദേഹത്തിൽ കാണേണ്ടത് നിങ്ങളെയും എന്നെയും കാണിച്ചിട്ടാണ്. കർത്താവിൽ ശരണപ്പെട്ട് പറയട്ടെ, നിങ്ങൾ ഒരു കുടിലിൽ പോയി നിന്റെ ഉള്ളംകാൽ ചവിട്ടിയാൽ, തകർന്നിരിക്കുന്ന വീട്ടിൽ നിന്റെ ഉള്ളംകാൽ ചവിട്ടിയാൽ ആ ഭവനത്തിന്റെ അവസ്ഥ മാറും. യേശു ആ ഭവനത്തിൽ പോയി കയറുന്നതിന്റെ തുല്യമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി, അതിന്റെ കോശമായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. കോശത്തിന് മാറി നിന്ന് ജീവനില്ല, ശരീരത്തിലിരിക്കുമ്പോൾ ആ ജീവൻ. എന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ വിശ്വസ്തയോടെ തലേന്ന് ആ ക്രിസ്തുവിൽ സന്ധി മജ്ജകളാൽ ഏകീഭവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചൈതന്യമുണ്ടാകും. നമ്പർ 2, ദൈവിക വളർച്ചയുണ്ടാകും. ദൈവത്തിന്റെ നിറവ്, the fullness of the Godhead, world is yet to see. ദൈവത്തിന്റെ നിറവ് അത് ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. My striving is to display the power of the Godhead
to the whole world. എന്റെ കഷ്ടത, എന്റെ ഉത്സാഹം അത് ദൈവത്തിന്റെ മഹത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിരിക്കണം. That can happen only when I am intimate with Jesus. ഞാൻ യേശുവുമായിട്ട് ഗാഢമായ ഒരു ബന്ധത്തിലാണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പ്രാർത്ഥന ജീവിതത്തിൽ അത് നടക്കുന്നേ. ആമേൻ. There is no substitute for prayer. പ്രാർത്ഥനയ്ക്ക് ഒരു പകരമില്ല. Prayer is extracting the life of Jesus into me. പ്രാർത്ഥന എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവനെ എന്നിലേക്ക് വലിച്ചെടുക്കല. With the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ With the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. ഓക്കെ, നോക്കിക്കേ. കൊമ്പ് മുന്തിരിവള്ളിക്ക് ഭയങ്കര ജീവനാണ്, ചാകത്തില്ലെന്നാ പറയുന്നത്. അപ്പം ഈ ജീവൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാ യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെത്താൻ തികച്ച്. തന്നെത്താൻ തികയുക എന്ന് പറഞ്ഞാൽ ഷൂസ് ഇടാതെ നടക്കുന്ന കാര്യമല്ല പറഞ്ഞേ. തൻ്റെ ജീവൻ ഞാനെന്ന് പറയുന്നത് മാറുമ്പോഴാ ഞാനാകുന്നുവൻ്റെ ജീവൻ എന്നിൽ വരുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു. come on, John 15. യോഹന്നാൻ 15. If you keep my commandment, you will abide in my love. Just as I have kept my Father's commandment, abide in his love. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. And verse 11. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ എൻ്റെ സന്തോഷം. ദൈവരാജ്യം എന്താ? സന്തോഷം എന്ന് പറഞ്ഞ സന്തോഷം. ഹല്ലേലൂയ. സന്തോഷം, സമാധാനം, നീതി, അതാ ദൈവരാജ്യം. സന്തോഷം. Verse 12. 12-ാം വാക്യം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. Love is the fullness of the Godhead. ദൈവത്തിന്റെ പൂർണ്ണത അതത്രേ സ്നേഹം. That is why when you are talking about spiritual gift, the Bible says pursue love, then desire spiritual gift. അതുകൊണ്ടാണ് ആത്മവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ പറയുന്നു സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, അതിനുശേഷം പ്രവചനവരം വാഞ്ചിപ്പിൻ. When your intimacy with Jesus increases, your prayer life increases, your abiding in him will becomes natural. യേശുവിനെ നിങ്ങൾ കൂടുതൽ അധികമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ അവനിൽ വസിക്കുന്നത് അത് സ്വാഭാവികമായ ഒരു അവസ്ഥയായി മാറും. Jesus is saying, abide in me. യേശു പറയുന്നു നിങ്ങൾ എന്നിൽ വസിപ്പീൻ. Love each other. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. So that your joy may be full. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഒന്ന് പൂർണ്ണമാകും. Fellowship is where the joy is maximum. കൂട്ടായ്മയിലാണ് സന്തോഷത്തിന്റെ പൂർണ്ണത വരുന്നത്. That is where the kingdom of God is displayed in our life. അവിടെയാണ് ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിലൂടെ കാണപ്പെടുന്നത്. Joy in the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. Joy helping, walking with the Holy Spirit. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ സഹായിക്കുന്ന സന്തോഷം. That is the point where the boldness comes. അവിടെയാണ് ധൈര്യം തന്റെ ഇടം വരുന്നത്. That is why 1 John 15:5 the Bible says, this is the boldness that we have, that when I pray I know that he hears me. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറയുന്നത് ഈ ധൈര്യമാണ് എനിക്കുള്ളത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ കേൾക്കുന്നു എന്ന ധൈര്യം. And if he hears, he will reply me. അവൻ കേട്ടാൽ അവൻ എനിക്ക് മറുപടി തരും. പ്രാർത്ഥിച്ച് മടുക്കത്തില്ല. കാര്യം അറിയാം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കേൾക്കുന്നു. അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മറുപടി നിശ്ചയമായി തരും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധമാ ഈ ധൈര്യം തരുന്നേ. എത്ര മനോഹരമായിട്ടാണ് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്നത്. അവനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ പോലും കർത്താവ് ഒരു നാളും കൈവിടത്തില്ല. രോഗിയാണോ അവൻ നിശ്ചയമായിട്ടും സൗഖ്യമാക്കും. അവൻ്റെ അരികിൽ ഹൃദയം തകർന്നു വരുന്നവരെ അവൻ ആശ്വാസം കൊണ്ട് നിറയ്ക്കും. സമാധാനവും സന്തോഷവും എല്ലാം എൻ്റെ കർത്താവ് തരും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നല്ലേ കർത്താവ് പറഞ്ഞത്. ആ സമാധാനം കൊണ്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കും എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നിശ്ചയമായിട്ടും നിങ്ങളെയും സൗഖ്യമാക്കും. എൻ്റെ കർത്താവിന് മുഖപക്ഷമില്ല. ആ സഹോദരിയെ സൗഖ്യമാക്കിയതുപോലെ നമുക്ക് അവനിൽ ആശ്രയിക്കാം. അവൻ നമ്മളെയും സൗഖ്യമാക്കും. ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
ഇന്ന് അനവധി രോഗികൾ എന്നെ കേൾക്കുന്നല്ലോ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നേശുവേ, ഇപ്പോൾ തന്നെ രോഗികളെ സൗഖ്യമാക്കണം. എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ മേൽ വരട്ടെ. ആ രോഗസൗഖ്യങ്ങൾ വിട്ടുമാറട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. ഓ സ്തോത്രം കർത്താവെ, വേദനയ്ക്ക് കാരണമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആ കിഡ്നി രോഗം ഇപ്പോൾ തന്നെ സൗഖ്യമായി മാറട്ടെ, സൗഖ്യമായി വരട്ടെ. ലിവർ രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസറുകൾ വിട്ടുമാറട്ടെ, ശ്വാസതടസ്സം വിട്ടുമാറട്ടെ, ആ ലങ്സ് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നു, അവർക്ക് നല്ല ഉറക്കം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം അവരുടെ മേൽ ഞാൻ പ്രവചിക്കുക, സൗഖ്യം ഞാൻ അവരുടെ മേൽ പ്രവചിക്കുക. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, സൗഖ്യമാക്കിയതിനായി സ്തോത്രം. എല്ലാം എൻ്റെ യേശുവിൻ്റെ നാമമഹത്വത്തിനായി തന്നെ. ആമേൻ. ഇപ്പോൾ തന്നെ ശരീരങ്ങളെ ചെക്ക് ചെയ്ത് നോക്കിയോ, ആ വേദന മാറിക്കഴിഞ്ഞു, ആ ക്യാൻസർ രോഗം വിട്ടുമാറി, ആ മുഴ അപ്രത്യക്ഷമായി കഴിഞ്ഞു. താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ വളരെ പ്രത്യാശയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾക്ക് വേണ്ടി ഈ നമ്പറുകളിൽ വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും ഇതേ ചാനലിൽ ഇതേ സമയം കാണാം. അതുവരെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗീയവിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജൂലൈ 10 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന് സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷ് ഹാൾ, കല്ലുമൂട് ജംഗ്ഷൻ, ചെന്നിത്തല. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ജൂലൈ 11 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഐശ്വര്യ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് ജൂലൈ 31 വെള്ളി. ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. शांति का राजकुमार है तू. से देखो आते हैं बहते हुए खून की धार. क्रूज से देखो आती है बहते हुए खून की धार. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा.